ഹായ് ഫുഡീസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ്. നമ്മുടെ മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കായ്പോള. അതിനായി ആദ്യം 3 നേന്ത്രപ്പഴം എടുത്ത് നന്നായി കുനുകുന അരിഞ്ഞ് മാറ്റി വെക്കുക. അത് നല്ല ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ പൊരിക്കുക. ഇത് എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പഞ്ചസാരയും ആവശ്യാനുസരണം എടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 3-4 ഏലക്കായും കൂടി ഇട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇതേ മിക്സിയിലേക്ക് തന്നെ ഒരു 4-5 സ്പൂൺ പാൽപ്പൊടി എടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ മിക്സിലേക്ക് തന്നെ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നന്നായി ബ്ലെൻഡ് ചെയ്യുക. അത് ഈ മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പഴത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു പാത്രത്തിലാണ്. അപ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിൽ വേറൊരു പാത്രം വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകാണ്ട് കണ്ടിട്ടാണ്. നമ്മൾ എടുക്കുമ്പോൾ നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ആ പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തടവി വിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ലെവൽ ചെയ്യുക. അതായത് പഴം എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റിന് ശേഷം ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഓൾറെഡി വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇടുക. അതിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് വീണ്ടും അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അപ്പോൾ നമ്മൾ എന്നിട്ടൊരു ടൂത്ത് പിക്കോ സ്ക്വയറോ കുത്തി നോക്കുമ്പോൾ എന്തായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കായ്പോൾ എന്താണ്, നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് തണിയാനായിട്ട് മാറ്റി വെക്കുക. തണിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായി മാറ്റി വെക്കുക. എന്നിട്ട് ഒരു തണിഞ്ഞതിന് ശേഷം കത്തി കൊണ്ട് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കായ്പോളയിൽ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒന്ന് പാൽപ്പൊടിയും പാൽപ്പൊടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പാലിനേക്കാട്ട് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ കായ്പോളയ്ക്ക് കിട്ടും. പിന്നെ നമ്മൾ നോർമലി കായ്പോള ഉണ്ടാക്കുന്ന സമയത്ത് പഴം പാനിലിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യുക. അതിന് പകരം നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുക. അതായത് എണ്ണയിലോ നെയ്യിലോ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കായ്പോളയ്ക്ക് ടേസ്റ്റ് കൂടും. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്.